പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ 6 ദിവസമായി ഈ ദൈവസഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉപവസിപ്പാൻ അങ്ങയുടെ ദാസനെയും ദാസിയെയും ദൈവസഭയെയും കർത്താവ് ബലപ്പെടുത്തി. കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ ദൈവം ഈ സഭയിലേക്ക് അയച്ച് അവരോട് ഇടപെട്ടു. എല്ലാ നല്ല കൂട്ടായ്മകൾക്കും നന്ദി പറയുന്നു. ഒരുമിച്ച് ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ഇനിയുള്ള വിലപ്പെട്ട സമയം ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ ആരാധിപ്പാൻ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാമല്ലോ. നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയിടത്ത് നിന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. മതി. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. അപ്പം നിങ്ങളൊരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ ആ പരീക്ഷയിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും എന്നതാണ് ഈ വാക്യം നമുക്ക് നൽകുന്ന ഉറപ്പ്. നമ്മെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷാകാലമായിരിക്കും. എന്നാൽ ഈ പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില പ്രത്യേക മേഖലകളിൽ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ ദൈവം അതിനെ നിങ്ങൾ പോലും അറിയാതെ ഈ ദിവസങ്ങളിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 മേഖലകളാണ് നമ്മൾ കേട്ടത്. ഒന്ന്, ദൈവം നിയന്ത്രിക്കുന്നത് ആമേൻ സ്തോത്രം, നമുക്ക് താങ്ങാവുന്നതിനു മീതെ ഭാരം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വീഴുന്ന ഭാരത്തെ ഏറ്റെടുത്ത്, ഇന്നലെ കേട്ടതുപോലെ ഒരു ഷോക്ക് അബ്സോർബർ ഏറ്റെടുക്കുന്നത് പോലെ നമ്മുടെ ഭാരത്തെ വഹിച്ചുകൊണ്ട് അതിനെ നിയന്ത്രണ പരിധിയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോയേനമായിരുന്നു. മോശയുടെ ഭാഷ പറഞ്ഞ വലഞ്ഞു പോയേനമായിരുന്നു. സ്തോത്രം. നാം അറിയാതെ എവിടേക്കോ നമ്മുടെ ഭാരത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നുണ്ട്. എഞ്ചിനീയർമാർ ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? എഞ്ചിനീയർമാരുണ്ടെങ്കിൽ അവർക്കറിയാം ഈ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ ഭാരത്തെയും, എനിക്കത് പറയേണ്ട രീതി അറിയത്തില്ല അല്ലേ, അതിനെ പല ഭാഗങ്ങളിലേക്ക്, പല പില്ലറുകളിലേക്ക് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ് ബുർജ് ഖലീഫയൊക്കെ അങ്ങനെയല്ല നിൽക്കുന്നേ. കണക്കും ശാസ്ത്രമൊക്കെ അറിയാവുന്നൊരു മോള്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ് അല്ലേ, അതിൻ്റെ ഭാരത്തെ എന്ത് ചെയ്യാണ്? പില്ലറുകളിലേക്ക്, ബീമുകളിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനെ അങ്ങോട്ട് മാറ്റി ആ ബിൽഡിങ്ങിൻ്റെ നിൽക്കുന്നത് പോലെ, നിയന്ത്രിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും എൻ്റെ വിഷയത്തിനും ഇടയിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബജീവിതത്തിലും നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഭാരം ഞാൻ എടുത്തോളാം, ഭാര്യയെ നീ ചേർത്തോളാം പറഞ്ഞു. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാതെ നിൽക്കുന്ന വിഷയത്തിനകത്തും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. സ്തോത്രം. രണ്ടാമത്, നമ്മളെ ആ പ്രതിസന്ധിയിലൂടെ കടത്തി വിടുമ്പോൾ ദൈവം സമ്മതിക്കാത്ത രണ്ടാമത്, ദ്രവിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്തില്ല? സമ്മതിക്കത്തില്ല. കാരണം കുറവുകളില്ലാതെ പുറത്തു വരാൻ വേണ്ടിയുള്ളവരാണ് നമ്മൾ. ആ പരീക്ഷയിലൂടെ ദൈവം എന്ത് ചെയ്യും? നമ്മളെ പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് ദൈവം കുഴികൾ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വെട്ടുകുഴി കിടക്കുക, ചിലപ്പോൾ അത് ഇന്നലെ ഓർപ്പിച്ചതുപോലെ നിരാശയുടെ കുഴിയായിരിക്കും, ചിലപ്പോൾ അത് രോഗത്തിൻ്റെ കുഴിയായിരിക്കും. പക്ഷെ ഈ കുഴിയിൽ തന്നെ കിടക്കത്തില്ല.
ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കുഴിയിൽ നിന്നും കുറവുകളില്ലാതെ ദൈവം നമ്മളെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അതാണ് നമ്മൾ ഇന്നലെ കേൾപ്പാനിടയായി തീർന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ വാക്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനിയുള്ള നമ്മുടെ മുഴുവൻ ചിന്തകളും ആ വാക്യത്തിനകത്താണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. അപ്പൊ ദൈവത്തിൻ്റെ ഒരു കരത്തിൻ്റെ നിയന്ത്രണം 2 മേഖലകൾ നമ്മൾ കണ്ടു. മൂന്നാമത്തെ ഒരു മേഖല യെഹെസ്കേൽ പ്രവചനം 39 അധ്യായം 7 വാക്യം. യെഹെസ്കേൽ പ്രവചനം. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയാകുന്നുവെന്ന് ജാതികൾ അറിയും. അപ്പൊ ഞാൻ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ ഈ പരീക്ഷയിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ നാമമല്ലേ ദുഷിക്കുന്നേ? ഞാൻ അനിൽ പാസ്റ്ററോട് ഒരു 500 രൂപ കടം ചോദിച്ചാൽ എൻ്റെ ദൈവത്തിൻ്റെ നാമമല്ലേ ദുഷിക്കുന്നത്? ഞാനൊരു നിരാശയുടെ കുഴിയിലോട്ട് വീണു പോയാൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിനല്ലേ അത് അപമാനം? പക്ഷെ ദൈവം പറയുന്നു, കൊരിന്ത്യർ ലേഖനം 13 വാക്യവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പറയുന്നു, ഞാൻ പരീക്ഷയിലൂടെ കടത്തിവിടും എന്നുള്ളത് ശരിയാണ്, പക്ഷെ എൻ്റെ നാമം അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാവിലെ ദൈവാത്മ വിളിച്ചു പറയാണ്, പരീക്ഷയിലൂടെ ദൈവം നിന്നെ കടത്തിവിടുമ്പോഴും സഹിക്കാവുന്നതിന് മീതെ അനുവദിക്കുക മാത്രമല്ല, തന്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. കഥാവേ, ഞാൻ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ സ്തോത്രം, നിന്റെ നാമം എന്ത് ചെയ്യല്ലേ? പോയിട്ടുണ്ട് ദൈവമക്കളെ, കടഭാരത്തിൻ്റെ കുഴിയിൽ വീണിട്ടുണ്ട്. ഒരിക്കലും ഉയരത്തില്ല എന്ന് ഞാൻ നനച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഇവിടെ കടന്നില്ലായിരുന്നു. ആ കുഴി ഞാൻ മേളിലോട്ട് നോക്കി, എൻ്റെ വാഗ്ദത്തമെല്ലാം സ്തോത്രം കുഴിക്ക് മേളിലാണ് കിടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ കടഭാരത്തിൻ്റെ കുഴിയിൽ അധിക നാൾ കിടക്കത്തില്ലെന്ന്. സ്തോത്രം. അധിക നാൾ ഞാൻ എന്ത് ചെയ്യത്തില്ല, കടക്കത്തില്ല. പക്ഷെ ഞങ്ങൾ കുഴി കിടന്ന് ഞാനും ഭാര്യ എന്ത് ചെയ്തു? നിലവിളിച്ചപ്പോൾ സ്തോത്രം, കർത്താവ് ഒരു പുതിയ വഴി തുറന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. സ്തോത്രം. അവിടെ എന്നെ കരുതാൻ ദൈവം ചിലരെ ഒരുക്കി. അവർ നന്മകൾ തരാൻ തുടങ്ങി. സ്തോത്രം. 2 സഭയുടെ ശുശ്രൂഷകനാണ്. രാവിലെ 6 മുതൽ 8 വരെ ഒരു സഭ, അത് 9 മണി വരെ സൺഡേ സ്കൂള്. 8:30 ഞാൻ താഴെ അടുത്ത ചർച്ചിൽ, യൂണിയൻ ചർച്ചിൽ, ഹോൾ നമ്പർ 4 അടുത്ത ചർച്ചിലോട്ട് പോകും. പക്ഷെ കുഴി കിടന്ന് നിലവിളിച്ചു, ദൈവമേ, അരി മേടിക്കാൻ പൈസയില്ല, കുഞ്ഞിന് പാല് മേടിക്കാനും പാമ്പറ് മേടിക്കാനും പൈസയില്ലെന്ന് നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, എന്നും കുഴി കടക്കത്തില്ല, നിന്നോടൊരു വാഗ്ദത്തമുണ്ട്. കുറവ് തീർത്തവനായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഓരോ കുഴിയിലും ദൈവം എൻ്റെ ഓരോ കുറവ് തീർക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ കുഴിയിലും ദൈവം എൻ്റെ കുറവ് തീർക്കുകയായിരുന്നു. സ്തോത്രം. അപ്പൊ യോസേപ്പിനെ ആദ്യത്തെ കുഴിയിലൂടെ കൊണ്ടുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ മേടിക്കാൻ വന്നത് ആരാന്നറിയാമോ? ഇശ്മായേലിയ കച്ചവടക്കാരാണ്. ഓക്കെ, മേടിച്ചു. അവനെ പോത്തീഫറിന് എന്ത് ചെയ്തു? വിറ്റ് കഴിഞ്ഞു. പോത്തീഫറിന്റെ വീട്ടിലെ രംഗം. അത് കഴിഞ്ഞിട്ട് ഇവൻ എവിടെ പോകേണ്ടി വന്നു? കാരാഗ്രഹമാകുന്ന കുഴിയിൽ എന്ത് ചെയ്തു? പോകേണ്ടി വന്നു. പരീക്ഷയോടുകൂടി എന്ത് ചെയ്യും? നീക്കുപോക്കും ദൈവം ഒരുക്കും. അപ്പൊ കാരാഗ്രഹത്തിൽ പറയുമ്പോൾ ഇവനെ എവിടെ ഇട്ടേക്കുന്നത്? രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ പോക്കറ്റടിക്കാരനും പിടിച്ചുപടിക്കാരനും അല്ല അവിടെ കിടക്കുന്നത്. അവിടെ കിടക്കുന്ന 1-2 പേരുടെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി, അങ്ങനെ തന്നെ അപ്പക്കാരുടെ പ്രമാണി. അപ്പൊ പ്രമാണിമാര് കിടക്കുന്ന സെല്ലിലോട്ടാണ് ആരെ കൊണ്ടുപോയത്?
രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്നത്. പോക്കറ്റടിക്കാരും പിടിച്ചുപറിക്കാരും കള്ളിഷാപ്പിൽ അടി ഉണ്ടാക്കിയവരൊന്നുമല്ല. സ്തോത്രം. നമ്മൾ പറയുന്ന പോലെ തീഹാർ ജയിലിലൊക്കെ ലാലു പ്രസാദ് യാദവ് കടന്ന പോലെ സ്തോത്രം മെത്തയൊക്കെ വെച്ച് TV ഒക്കെ വെച്ച് സ്തോത്രം ലാപ്ടോപ്പ് ഒക്കെ വെച്ച് കിടന്നതുപോലെ കിടക്കുന്ന ഒരു കാരാഗ്രഹത്തിൽ സ്തോത്രം. ഒരു ഭാഷയെ ഞാൻ പറഞ്ഞ കൂടെ കിടക്കുന്ന ആൾക്കാരുടെ പേരെ ഞാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഇവനെ ആ കുഴിയിലോട്ട് കൊണ്ടുപോയപ്പോൾ ഇവൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കുഴിയിലോട്ട് പോകുമ്പോൾ ദർശനം കാണുന്നവനായിട്ട് അവൻ കുഴിയിലോട്ട് കയറിയത്. പക്ഷേ കുഴിയിൽ ഇറങ്ങി വരുമ്പോൾ ഒരു കുറവ് കൂടെ തീർത്തു. ദർശനം വ്യാഖ്യാനിക്കുന്നവനായിട്ട് ദൈവം അവനെ മാറ്റി. സ്തോത്രം. പക്ഷേ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചത്, ഇവിടെ എല്ലാവരും ഇതിനകത്തുനിന്നൊരു പോക്ക് വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒന്ന് എക്സിറ്റ് ആകണം. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എങ്ങനെങ്കിലും ഞങ്ങളെ ഇതിന് വെളിയിലോട്ട് എന്ത് ചെയ്യണം, ഒന്ന് പുറത്തു കൊണ്ടുവരണം. ദൂത് പറഞ്ഞു, പറയുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ആകുന്നു. പക്ഷെ ദൂത് പറഞ്ഞവൻ മാത്രം, ദർശനം വെളിപ്പാട് വ്യാഖ്യാനിച്ചവൻ മാത്രം പഴയ കുഴിയിൽ തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുക, കിടക്കുക. എന്തിനാ ഇവനെ കുഴിയിൽ കൊണ്ടുപോയത്? എവിടാ കിടക്കുന്നത്? രാജാക്കന്മാരുടെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ. ഇനിയും രാജാക്കന്മാരുടെ ബദ്ധന്മാർ കിടക്കുന്ന കാലകാലത്തിൽ അവരെന്തായിരിക്കും ചോദിക്കുന്നത്? തക്കാളിക്ക് ഇപ്പോൾ എത്രയാണ് വില? സ്തോത്രം. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ റേഷനരി എങ്ങനെയുണ്ട്? ഞങ്ങളവിടെ മൊത്തം പുഴുവ. ഇതൊക്കെയാണോ സംസാരിക്കുന്നത്? അല്ല. കാരാഗ്രഹത്തിലെ ഭാഷ വേറേതാ. അവൻ്റെ വൊക്കാബുലറി മാറ്റിയെടുക്കാൻ വേണ്ടിയാ ദൈവം അവനെ ബദ്ധന്മാരുടെ കാരാഗ്രഹത്തിലേക്ക് കയറ്റിയത്. എന്ന് പറഞ്ഞാൽ ഇപ്പം രാജാവ് ഉറങ്ങുവാന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതിന് പള്ളി ഉറക്കം വന്ന, പള്ളിയിൽ നിന്ന് ഉറങ്ങുന്നതിൻ്റെ കാര്യമല്ല കേട്ടോ. സ്തോത്രം. സ്തോത്രം. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. സ്തോത്രം. രാജാവ് ഉറങ്ങിയാൽ അതെന്താ? പള്ളി ഉറക്കം. രാജാവ് വേട്ടയ്ക്ക് പോയാൽ പള്ളിവേട്ട. രാജാവ് കുളിച്ചാൽ നീരാടാൻ പോയി. രാജാവ് വന്നാൽ എഴുന്നള്ളി. രാജാവിന് ഉപയോഗിക്കുന്നത് രാജകീയ ഭാഷയാണ്. കൊട്ടാരത്തിലെ വൊക്കാബുലറി വേറേതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിവിടെ വെച്ച് ദൈവം മാറ്റിയെടുക്കുക. ദൈവം ഭരണകാര്യങ്ങൾ ഇവനെ പഠിപ്പിക്കുക. ഇവൻ്റെ ഭാഷയ്ക്കുള്ള കുറവുകൾ ദൈവാത്മാവ് മാറ്റിയെടുക്കുക. സ്തോത്രം. കുഴിയിലാണ് ഇട്ടത്, കുണ്ടറയിലാണ് ഇട്ടത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ സ്തോത്രം, അവിടെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. എല്ലാവരും ഒന്ന് എക്സിറ്റ് ആകാൻ ആഗ്രഹിക്കുന്നത് എന്താ? നീക്കുപോക്കല്ലേ? എക്സിറ്റ് ആകാൻ എന്ത് ചെയ്യുന്നത്? എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ടും അവൻ അവിടെ കിടക്കുക. ദൂത് പറയാം, ദൈവം നിന്നെ എക്സിറ്റ് അല്ല ആഗ്രഹിക്കുന്നത്, ഒരു എൻട്രി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിനകത്തൊന്നും ഊരിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ നീ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിലിറങ്ങുന്നത് എൻട്രിയാണ്. അതൊരു കൊട്ടാരത്തിലേക്കായിരിക്കും. രാജാവിൻ്റെ വിളി വരുന്നുണ്ട്, ആളയച്ചവനെ വിളിപ്പിക്കുന്നുണ്ട്. എല്ലാരെയും വിളിക്കാൻ വന്നത് നാട്ടുകാരാണെങ്കിൽ നിന്നെ വിളിക്കാൻ വരുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആള് വന്ന്. ഇന്ന് രാവിലെ എക്സിറ്റ് അല്ല ദൈവം നിനക്ക് ഒരുക്കാൻ പോകുന്നത്, ഒരു എൻട്രിയാണ്. എത്ര പേര് ആത്മാവിൽ വിശ്വസിക്കുന്നു? നീ ഒരു എക്സിറ്റ് ആഗ്രഹിക്കുമ്പോ ദൈവം പറഞ്ഞു, എങ്ങനെയും നിന്നെ ഈ കുഴിയിൽ നിന്ന് പുറത്തു വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കുഴിയിൽ നിന്ന് നീ വെളിയിൽ വരുമ്പോൾ ഒരു എൻട്രി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എക്സിറ്റുകളെ എൻട്രികളാക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വഴിമാറ്റി വിടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ തമ്പുരാനെ എങ്ങനെയും ഈ കുഴിയുന്ന എങ്ങനെയും എൻ്റെ അത് രക്ഷപ്പെടുത്തി കർത്താവ്, ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം എന്ന് ദൈവത്തോട് പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഈ കുഴി ഒരു എൻട്രി ആയിരിക്കും. ഈ കുഴി എക്സിറ്റ് നീ ആഗ്രഹിക്കുമ്പോൾ അടുത്ത കാല് നീ എച്ചുവെടുത്ത് വെക്കുന്നത് കൊട്ടാരത്തിലേക്കായിരിക്കും. സ്തോത്രം. എക്സിറ്റ് അല്ല ഇന്ന് പകൽ നിനക്ക് വേണ്ടിയത്. ആ ചിന്തയങ്ങ് മാറ്റി വെച്ചിട്ട് പറ, കർത്താവേ, അതൊരു എൻട്രി ആയിട്ട് എനിക്ക് മാറണം. അത് റോയൽ എൻട്രി ആയി മാറണം. അതൊരു രാജകീയ പ്രവേശനമായി മാറണം. ഇന്ന് രാവിലെ എക്സിറ്റുകളല്ല നിനക്ക് വേണ്ടിയത്, എൻട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിൽ നിന്ന് നീ മാറി കയറുന്നത് ഒരു പുതിയ മേഖലകളിലേക്കായിരിക്കും. നമ്മൾ വാക്യത്തിലേക്ക് വരാം. ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനിയും എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതൊരു ആധികാരിക പ്രസ്താവനയാണ്. കാരണം ദൈവം തൻ്റെ പ്രവാചകൻ ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ
ഇസ്രായേൽ ഗൃഹം യെഹെസ്കേൽ പ്രവചനം 39 അധ്യായം 38 അധ്യായത്തിൽ അവർ മത്സരഗ്രഹമല്ലോ എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഗൃഹം ആരാണ്? മത്സരഗ്രഹമാണ്. അവരെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവ പുരോഹിതന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ നിരന്തരമായി ശ്രമിച്ചിട്ടും ഇവർക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇനിയും എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പോകാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്തോത്രം, ഈ ദൈവസഭയുടെ നാഥനായിട്ട്, ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ദൈവദാസനെ വെച്ചിരിക്കുന്ന ദൈവം ആക്കിയിരിക്കുക. അപ്പോൾ ഈ ദൈവസഭയെ ഓർഡറിൽ കൊണ്ടുപോകുക എന്നുള്ളത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമാണ്. അപ്പോൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്നവരുടെ വേഷം, ആരാധനയ്ക്ക് വരുന്നവരുടെ രീതി, ആരാധനയ്ക്ക് വരുന്നവർ അശ്രദ്ധമായിരിക്കുന്നത്, ഇതെല്ലാം ദൈവം ആരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക? ദൈവദാസനെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ ആരാധനയിൽ എന്തെങ്കിലും ദൈവനാമത്തിന് അപമാനമായത് കണ്ടാൽ അത് പ്രതികരിക്കേണ്ട വ്യക്തിയാണ് ദൈവദാസൻ. അദ്ദേഹത്തിന്റെ കടമയാണ് സുഗ്രാഹ്യമുള്ള ഒരു ആരാധനയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഘടകങ്ങളെ ചൂണ്ടിക്കാണിച്ച് അത് പഴയ നിയമ ആരാധനയിലെ പുരോഹിതന്റെ ദൗത്യമാണ്. യാഗാർപ്പണത്തിന് വരുന്ന ആട ഊനമുള്ളതാണോ ഊനമല്ലാത്തതാണോ എന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് പഴയ നിയമത്തിലെ പുരോഹിതനാ. അത് പുരോഹിതന്റെ ഈ യോഗ്യതയാണ്, ദൗത്യമാണ്. അതുപോലെ പുതിയ നിയമ ആരാധനയിലും ദൈവം തന്റെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ സഭയോടും പറയുമ്പോൾ എഴുതിയിരിക്കുന്നു, എഫെസോ സഭയിലെ ദൂതൻ എഴുതുക, പെർഗമോ സഭയിലെ ദൂതൻ എഴുതുക. ആ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ ലോക്കൽ പാസ്റ്ററിനെയാണ് കാണിക്കുന്നത്. സഭയോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളെല്ലാം ദൈവത്തിന്റെ അഭിഷിക്തന്മാരിലൂടെയാണ്. അവരിലൂടെ ദൈവസഭയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരു ദൈവസഭയുടെ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. എന്നാൽ ദൈവസഭയുടെ കോർഡിനേഷൻ, ദൈവസഭയുടെ ആ നടത്തിപ്പ് ദൈവ ഇടയനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിനു വേണ്ടി ഈ ആരാധനയിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോട് പിണങ്ങിയിട്ട് കാര്യമില്ല. കാരണം സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 27 പൗലോസ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം. സ്തോത്രം, ഏലിയാവ് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ആ വാക്ക് ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അല്ല, നീ ആരാ? നീ പറഞ്ഞ ആകാശോടോ? ഇല്ല. സ്തോത്രം, ദൈവത്തെ സേവിക്കുന്നവൻ ദൈവത്തിന് നാവായിട്ട് മാറും. ദൈവത്തിന്റെ വികാരം അകത്ത് ഉൾക്കൊണ്ടിട്ട് ആ വികാരം ഒട്ടും കുറയാതെ രാജാവിന്റെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ പറയുമ്പോൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിന് ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ല. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പുൾപ്പിറ്റ് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ല, ആർക്കാണ്ടും വേണ്ടി പറയാനല്ല, ദൈവത്തിന്റെ നാവായിട്ട്. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി ആ ദേശത്ത് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവാ, അവൻ ദൈവത്തിന്റെ സ്ഥാനാധിപതിയാ. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ നാവായിട്ട് എന്താ? അപ്പുറത്ത് അശേരയും ബാലിനെയും സേവിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ, ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. പക്ഷെ ഇവിടെ ആ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഇടപെടൽ ഉണ്ടാകാതിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അനിൽ പാസ്റ്റർ മിണ്ടാതിരിക്കുമ്പോൾ, നിബു പാസ്റ്റർ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, ഞാനും നിന്നെ പോലുള്ളവനെന്ന് നീ വിചാരിച്ചോ? നിന്റെ പാസ്റ്റർ മിണ്ടാതിരിക്കുന്ന പോലെ ഞാൻ മിണ്ടാതിരിക്കുമെന്ന്, സെൻട്രൽ പാസ്റ്റർ മിണ്ടാതിരിക്കുന്ന പോലെ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നീ വിചാരിച്ചോ? അവര് മിണ്ടത്തില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. എന്നിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നു, ഇനി എന്റെ വിശുദ്ധ നാമം അശുദ്ധമാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഇതിൽ പരാജയപ്പെട്ടപ്പോൾ ദൈവം പറയുന്നു, ഇനി സമ്മതിക്കത്തില്ല, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. വിശുദ്ധ നാമം അശുദ്ധമാകുവാൻ സമ്മതിക്കത്തില്ല.
പരീക്ഷയാണ്, അവിടോട്ട് നമ്മൾ വരും. സ്തോത്രം. സമ്മതിക്കത്തില്ല എന്നുള്ള ആ പദത്തിലൂടെ നമ്മൾ പോവാണ്, അങ്ങോട്ട് വരും. അപ്പൊ ദൈവം ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കുന്നത് എങ്ങനായിരിക്കും? ദൈവത്തിന് എപ്പോഴും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ എങ്ങനായിരിക്കും ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നത്? ഒന്ന്, ദൈവം എന്ത് ചെയ്യും? ആ കാര്യത്തിനൊരു ശിക്ഷ വിധിക്കും. ആ കാര്യത്തിന് ദൈവം എന്ത് ചെയ്യും? ശിക്ഷ വിധിക്കും. ശിക്ഷ വിധിച്ചില്ലെങ്കിൽ ദൈവമല്ല. സ്തോത്രം. പാടുമ്പോൾ നമ്മൾ പറഞ്ഞു കരുണാതിഥി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവം നീതിമാനാണ്. ദൈവം എന്ത് ചെയ്യും? ആ കാര്യത്തിന് എന്ത് ചെയ്യും? ശിക്ഷ വിധിക്കും. നമ്മുടെ വാക്ക് മറക്കരുത്. ഇനി എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമ്മളൊരു ഭാഗം ആദ്യം ചിന്തിച്ചത്, അതായത് ഞാനൊരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ദൈവനാമം അപമാനിക്കപ്പെടുവാൻ ദൈവം എന്ത് ചെയ്യത്തില്ല. അതിൻ്റെ കാര്യം ദൈവം ഇടപെട്ടോളും. പക്ഷെ അവിടെ നമുക്കൊരു നിയന്ത്രണം ദൈവം തരുന്നുണ്ട്. ആ നിയന്ത്രണമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്ത് ചെയ്യത്തില്ല? ശിക്ഷിക്കാതെ വിടത്തില്ല. ശിക്ഷ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 31-32. വേഗത്തിൽ നമുക്ക് പോകാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഒരു തെറ്റിന് 2 ശിക്ഷയില്ല. ഒരു തെറ്റിന് 2 ശിക്ഷയില്ല. ഒരു തെറ്റിന് 1 ശിക്ഷയേ ഉള്ളൂ. സ്തോത്രം. അതെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? കർത്തൃമേശ എടുക്കുന്ന വിശ്വാസിയെ കുറിച്ചാ. എന്റെ നാമം അശുദ്ധമാകുവാൻ ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ഉപദേശിക്കാൻ ലെൻസ് വെച്ച് നോക്കിയിട്ടും ഇവന്റെ ഉള്ളിലിരിപ്പ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഉപദേശി പലതവണ പറഞ്ഞു, അയോഗ്യമായി മേശയിൽ കൈവെക്കരുത്, ദൈവം ചെയ്ത നിങ്ങളിതിൽ നീട്ടരുത്. 1000 വട്ടം ഉപദേശിച്ചു പറഞ്ഞിട്ടും അയോഗ്യമായി അപ്പം തിന്നുകയും മേശമേൽ കൈ നീട്ടുകയും ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ ഇനി ഞാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ ശിക്ഷിക്കും. ഇന്ന് പകൽ ഭയത്തോടെ പറയുന്നത്, കർത്തൃമേശ ശുശ്രൂഷിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ ഭയത്തോടെ ഞാനിത് പറയുന്നത്. ദൈവം ശിക്ഷിക്കും കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം കയറ്റി പറഞ്ഞാൽ ഭയം തോന്നുന്നത്, ചിലപ്പോൾ ബാലശിക്ഷ സ്തോത്രം മരണത്തിന് കാരണമായി തീർന്നെന്ന് വരാം. സ്തോത്രം. ഇത് ദൈവസഭയുടെ ഉപദേശമാണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ ദൈവം ശിക്ഷിക്കുന്നത്? ഒന്ന്, ഞാൻ ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുവാൻ. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ പുരോഹിതൻ യാഗം അർപ്പിക്കുമ്പോൾ ആ പുരോഹിതന്റെ കയ്യിൽ എന്തോ ഉണ്ട്? മുപ്പല്ലിയുണ്ട്. ഈ മുപ്പല്ലി കൊണ്ട് ഈ പുരോഹിതൻ എന്ത് ചെയ്യും? ഈ വേവാത്ത തെറിച്ചു പോകുന്ന മാംസത്തെ ഈ മുപ്പല്ലി ഉപയോഗിച്ചുകൊണ്ട് കുത്തിയിട്ട് വീണ്ടും യാഗപീഠത്തിലോട്ടിടും. അത് മുഴുവൻ വെണ്ണീറായി മാറണമെന്നാണ് ദൈവത്തിന്റെ പ്രമാണം. നീ യാഗപീഠത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ ബാലശിക്ഷകളാകുന്ന മുപ്പല്ലി കൊണ്ട് ദൈവം നിന്നെ കുത്തിയെന്ന് വരും. അത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ യാഗപീഠത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ടേ ഇതിൻ്റെ എല്ലാം ചുറ്റും കുറെ പണ്ടവും കുടലും ഒക്കെ ശേഷിക്കുമല്ലോ. ഇതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് ഗിഹന്നോം താഴ്വരയിൽ കൊണ്ടിട്ട് ഇത് എല്ലാം കൂടെ കത്തിക്കും. ആ താഴ്വരയെ നോക്കിയിട്ട് യേശു പറഞ്ഞത്, അവിടെ ചാവാത്ത പുഴുവുണ്ട്, കെടാത്ത തീയുണ്ടെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പോയാൽ ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാനല്ല ദൈവം നിന്നെ സഭയെ കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ ശിക്ഷ തന്നിട്ടാണെങ്കിലും നിന്നെ മടക്കിയെടുക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ സേവിക്കുന്നത്. അല്ല, എന്തോ ദൈവമേ ഇത്ര ശിക്ഷിക്കണം എന്ന് ദൈവത്തിന് എന്തോ ഇത്രയും നിർബന്ധം? എന്തോ എന്നെ ശിക്ഷിക്കണമെന്ന് ദൈവത്തിന് എന്തോ ഇത്രയും നിർബന്ധം? സ്തോത്രം. എന്തിനാ? 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം.
ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന്. വല്ലോ മനസ്സിലായോ? സ്തോത്രം. ദാവീദിനോട് ദാവീദ് എന്താ വേണം? രാജാക്കന്മാരുടെ കയ്യിലോട്ട് ഞാൻ നിന്നെ കൊടുക്കണം. പണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദാവീദ് പറഞ്ഞു, ദൈവമേ, രാജാക്കന്മാരുടെ കയ്യിലോട്ട് കൊടുത്താൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവർ പെരുമാറും. പക്ഷേ ആമീൻ, എന്നെ അടിക്കുന്നത് എൻ്റെ അപ്പനാണല്ലോ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാം. കാരണം അടിച്ചോണ്ടിരിക്കുമ്പോൾ പറയാമല്ലോ, പപ്പ എന്നെ അടിക്കല്ലെന്ന് പറയുമ്പോൾ പപ്പ പറയും, മതി. സ്തോത്രം. മതി മതി എന്ന് ദൂതനോട് പറയണമെങ്കിൽ എൻ്റെ പപ്പായുടെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ്. ഇന്ന് രാവിലെ ശിക്ഷിക്കുന്നത് വെറുതെ അല്ല കേട്ടോ, നിന്നെ മടക്കിയെടുക്കാൻ വേണ്ടിയ അപ്പൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പണ്ട് യെരൂശലേം ദേവാലയം വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. അവർ ദേവാലയത്തിനകത്ത് കള്ളന്മാരുടെ ഗുഹയാക്കി. എൻ്റെ കർത്താവ് ചാട്ടവാറും കൊണ്ട് എന്ത് ചെയ്തു? ശുദ്ധീകരിക്കാൻ വേണ്ടി വന്നു. അന്നേരം ഓന്മാരെല്ലാം കൂടെ കയറി കർത്താവിനെ എന്ത് ചെയ്തു? പുറത്താക്കി. കർത്താവ് പറഞ്ഞു, വരുന്നുണ്ട് AD 70 തീത്തോസ് കൈസരുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം വരുന്നുണ്ട്. അവൻ കയറി ദേവാലയത്തിൻ്റെ അടിസ്ഥാനം വരെ ഇളക്കിയപ്പോൾ ഇവന്മാർ പഞ്ചഭൂതം അടക്കി നോക്കി നിന്നു. യഹൂദന്മാര് കർത്താവ് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന നല്ലത് ഒരു ചാട്ടവാറ് കൊണ്ട് തീരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കർത്താവിൻ്റെ റോമൻ ഭരണാധികാരിയുടെ കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുക. അടിച്ചോ അടിച്ചോ അടിച്ചോ, ബാലശിക്ഷ നൽകുമെന്ന് അപ്പനെങ്കിലും കണ്ട കരുണ തീർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രി പറ, കൈസരുടെ കൈ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത്, അപ്പാ ഞാൻ ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറ. കർത്താവേ, ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പറ. ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പറ. ഈ ദൈവസഭയുടെ പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. സ്തോത്രം. ദൈവസഭയുടെ പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. അത് നമുക്കൊന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം 1 കൊരിന്ത്യർ ലേഖനം, അങ്ങോട്ട് ഞാൻ കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിന് മുമ്പ് ദൈവസഭയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഒന്ന് വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4 എനിക്ക് തോന്നുന്നു. സ്തോത്രം. നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ, ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിന് സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. സ്തോത്രം. അതെന്തിനാ ഈ സാത്താനെ ഏൽപ്പിക്കുന്നേ എന്ന് വെച്ചാൽ, ദൈവസഭയുടെ പ്രൊട്ടക്ഷൻ ഇനി മുതൽ അവനില്ല. ദൈവസഭ അവന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മുടെ ഇടയിൽ ഒരുത്തനെ കയറി നോണ്ടണമെങ്കിൽ നമ്മുടെ അനുവാദം വേണം. എത്ര പേര് ആത്മാവിൽ നീ ദൈവസഭയുടെ കരവലയത്തിനകത്ത്, നീ ദൈവസഭയാകുന്ന കൂട്ടായ്മയുടെ പ്രൊട്ടക്ഷനകത്ത് നീ നിൽക്കുമ്പോൾ നിന്നെ കയറി തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ ഈ കൂട്ടായ്മ ഒരുത്തനെ റിജക്റ്റ് ചെയ്താൽ, ഈ കൂട്ടായ്മ ഒരുത്തനെ തള്ളിക്കളഞ്ഞാൽ, അവൻ കൂട്ടായ്മയുടെ വില പഠിക്കട്ടെ. ഞാൻ ക്രൂരനൊന്നും അല്ല കേട്ടോ. അവൻ കൂട്ടായ്മയുടെ വില പഠിക്കട്ടെ. കൂട്ടായ്മയോടെ ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നിനക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ അപ്പോസ്തലന്മാരുണ്ട്, നിനക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ ഇടയനുണ്ട്, നിനക്ക് വേണ്ടി കരയാൻ ദൈവത്തിന്റെ ഭക്തന്മാരുണ്ട്, ദൈവത്തിന്റെ മക്കളുണ്ട്. പക്ഷെ നീ സഭയെ കൂട്ടാക്കാഞ്ഞാൽ നീ പുറംജാതിക്കാരനെ പോലെ. സ്തോത്രം. അതുകൊണ്ട് 1-2 വാക്യം കൂടെ പറയുമ്പോൾ ഇച്ചിരൂടെ ഒന്ന് ബാധ്യം വരും. സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 14. എന്തിനാ ദൈവം ശിക്ഷിക്കുന്നത്? പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്തിനാ ശിക്ഷിക്കുന്നത്? എങ്കിലും ഈ പ്രവൃത്തി യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുമ്പോൾ നാട്ടുകാർ പറയും, അനിൽ പാഷൻ അവിടെ പോകുന്നെന്നാ പറയുന്നേ. എന്നാ ടീമാ, അവൻ അവിടെയും പോവും ഇവിടെയും പോവും, ഒരു ഗുണവും ഇല്ല. സ്തോത്രം. അവൻ വിശുദ്ധ നാമത്തെ
അശുദ്ധമാക്കുക. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? മാറാനാഥയിലെ ഒറ്റ വിശ്വാസിയെക്കുറിച്ച് പുറത്ത് പിശാച് ദൂഷണം പറയരുത്. അത് പറയാതിരിക്കാൻ വേണ്ടി ദൈവം ശിക്ഷ കൊടുക്കും. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാൻ ഒക്കത്തില്ല. ജാതികൾ പറയണം അവരുടെ ദൈവം അവരെ ഡിസിപ്ലിൻ ചെയ്യുന്ന ദൈവമാണ്. അത് കെട്ടഴിഞ്ഞ സഭയല്ല, ഇത് കുത്തഴിഞ്ഞ പ്രസ്ഥാനമല്ല. ഇവിടെ ചോദിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്, ഇവിടെ ചോദിക്കാൻ പിതാവുണ്ട്, ഇവിടെ ചോദിക്കാൻ പുത്രനുണ്ട്. അങ്ങനെ കെട്ടഴിയുന്ന പ്രസ്ഥാനമല്ല ദൈവസഭ. ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. നമ്മളറിയത്തില്ല. ആൾക്കാർ വെളി പറയും പുള്ളി മാറാനാഥയിലാണ് പോകുന്നത്, പക്ഷെ ഇടയ്ക്ക് എന്തോ ഉണ്ട്, വലിയുണ്ട്, കുടിയുണ്ട്, കയ്യിലിരിപ്പെല്ലാം ഉണ്ട്. അത് ആരാ? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയണം. അപ്പോൾ ശിക്ഷിക്കാതിരിക്കാൻ ഒക്കുവോ പാസ്റ്ററെ? അപ്പോൾ ഒരാൾ ശിക്ഷിക്കുമ്പോൾ ആരാ ഇടപെടുന്നത്? അപ്പോൾ ഇവിടെ ഒരു ശിക്ഷാ നടപടി ദൈവദാസൻ എടുക്കുമ്പോൾ ഈ ചർച്ച എന്തായിട്ട് മാറുകയാണ്? ഈ ചർച്ച ഡിസിപ്ലിനായിട്ട് മാറുകയും. എന്നാൽ ദൈവദാസൻ എല്ലാത്തിനും അങ്ങ് കണ്ണടച്ചാലോ? തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോകാം. ബോസപ്പുറത്തേക്ക് വന്നാൽ നന്നല്ലാതെ വന്നില്ല ഒരു കുഴപ്പമില്ല ബ്രദറെ. ആ ഒരു ശൈലിയാണെങ്കിലും ആരാധിച്ചാൽ കുഴപ്പം, ആരാധിച്ചില്ലേലും കുഴപ്പമില്ല, സ്തോത്രം എന്ന ശൈലിയാണെങ്കിലോ നമ്മുടെ സഭയുടെ ഡിസിപ്ലിൻ എന്ത് ചെയ്യും? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയും. ദൈവത്തിന് നോക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വിശുദ്ധ നാമത്തെ ഞാൻ അശുദ്ധമാക്കുവാൻ സമ്മതിക്കത്തില്ല. അപ്പം മൂന്നാമത് ദൈവം എന്തിനാ ശിക്ഷിക്കുന്നത്? ഒന്നാമത് എന്തിനാ? ഒരു തെറ്റിന് രണ്ട് ശിക്ഷയില്ല. ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാനാണ് ദൈവം എന്നെ എന്ത് ചെയ്യുന്നത്? ശിക്ഷിക്കുന്നത്. അപ്പൻ്റെ കയ്യിലോട്ട് വീഴുന്നതാണ് നല്ലത്. രണ്ടാമത് എന്തായിരുന്നു? സ്തോത്രം. യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയാതിരിക്കേണ്ടത്. മൂന്നാമത്, ദൈവം എന്നെ ശിക്ഷിക്കുമ്പോൾ ഇത് അനിൽ പാർഷക്ക് ഒരു വാണിംഗ് ആണ്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പോൾ തന്നെ വാക്യം, വീഴാതെ തന്നെ തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവൻ. ദൈവം ഒരു ഭാഗത്ത് നമ്മെ നിർത്താൻ ശക്തനാണ്. പക്ഷെ ദൈവം നമ്മുടെ ഭാഗം ദൈവം പറയുന്നു, വീഴാതെ നീ നിന്നോണം. സ്തോത്രം. അപ്പൊ ദൈവം എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? സ്തോത്രം. ദൈവം എന്നെ ശിക്ഷിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. ലോകാവസാനം വന്നിരിക്കുന്ന നമ്മൾക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് തന്നെ. എന്നെ ശിക്ഷിക്കുന്നതിലൂടെ ദൈവം ഒരു സന്ദേശം അനിൽ പാസ്റ്റർക്ക് നൽകുകയാണ്. നിന്റെ കൂട്ട് പ്രസംഗിച്ചവനാണ്, നിന്റെ കൂട്ട് സ്റ്റേജ് ഇളക്കിയവനാണ്, നിന്റെ കൂട്ട് സഭ നടത്തിയവനാണ്. അവനെ ഞാൻ ആദരിച്ചില്ലെങ്കിൽ നിന്നെയും ഞാൻ ആദരിക്കത്തില്ല. സ്വാഭാവിക കൊമ്പുകളെ ആദരിച്ചില്ല എങ്കിൽ, എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? സ്വാഭാവിക കൊമ്പുകളെ ആദരിച്ചില്ലെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. സ്തോത്രം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? ഇപ്പൊ കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ വിഷയം എന്താ? ദുർനടപ്പ് അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിലെ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. ജാതികളുടെ ഇടയിൽ പോലും, ഇവിടെ വിഷയത്തോട് കയറുക, ജാതികളുടെ ഇടയിൽ പോലും ഇങ്ങനൊരു ദുർനടപ്പ് ഇല്ല. അപ്പൊ കൊരിന്ത്യ സഭയുടെ സ്റ്റാൻഡേർഡ് എന്തുവാ? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറഞ്ഞു തുടങ്ങി കൊരിന്ത്യ സഭയെക്കുറിച്ച്. സ്തോത്രം. യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. സ്തോത്രം. ദൈവം കേട്ടിട്ട് പൗലോസിലൂടെ ദൈവാത്മാവ് അമർഷം പ്രകടിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിന്റെ അമർഷം ആരിലൂടെ പ്രകടിപ്പിക്കേണ്ടത്? സ്തോത്രം. ദൈവത്തിന്റെ അമർഷം ആരിലൂടെ പ്രകടിപ്പിക്കേണ്ടത്? ദൈവത്തിന്റെ ദാസന്മാരിലൂടെ. ആ പുൾപിറ്റിൽ, ആ ഭാവത്തിൽ വേണം നമ്മൾ നിൽക്കാൻ. ഞാൻ ദൈവത്തിന്റെ അഭിഷേകത്തിൽ എനിക്കുള്ള അമർഷം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 തുടങ്ങുന്നത്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയണം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ. ഇതിനകത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ സഭ ഇതിനോട് അങ്ങ് ചേർന്ന് നിന്നു. അവിടുത്തെ സഭ ഇതിനോട് അങ്ങ് ചേർന്ന് നിന്നു. സ്തോത്രം.
അപ്പൊ എന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്യുന്നല്ലേ ഉള്ളൂ, ഇച്ചിരി വെള്ളം അടിക്കുമെന്നല്ല. ഇപ്പോഴത്തെ കാലത്ത് ആരാ വെള്ളം അടിക്കാത്ത? വലിക്കുമെന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ. സഭ ഇതിനോട് എന്ത് ചെയ്തു? അഡ്ജസ്റ്റായി. ഇതാരറിഞ്ഞു? പൗലോസ് അറിഞ്ഞു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇതെങ്ങനെ പൊറുക്കുന്നേ? തൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാൻ സമ്മതിക്കത്തില്ല. പരീക്ഷയൊക്കെ ഉണ്ടെന്ന് അതിനകത്തുണ്ട്, ഞാൻ പറയുക, അതിനകത്തോട് കയറി വരും. സ്തോത്രം. വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ഇവനുമായിട്ട് എന്ത് ചെയ്തു? അഡ്ജസ്റ്റ്മെന്റ് ആയി. ഉടനെ പൗലോസ് ലേഖനം എഴുതി. 5-ാം അധ്യായം കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിലെ പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പുകാരനെ പുറത്താക്കണം. പക്ഷെ പുറത്താക്കണമെന്ന് പറയുമ്പോഴും ഒരപ്പന്റെ ഹൃദയം ഉണ്ടായിരുന്നു. കാരണം 2-ാം ലേഖനം എന്ത് ചെയ്ത്? എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവനെ തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ ശിക്ഷാ നടപടികൾ ചെയ്യുമ്പോഴും അവനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. അവൻ മടങ്ങി വരണമെന്നുള്ള ഒരു അപ്പന്റെ ഹൃദയത്തോടു കൂടിയാണ്. അപ്പൊ അപ്പുറ ശാസിച്ച് പറയുമ്പോഴും ഒരു മടങ്ങി വരവിന്റെ ഹൃദയം ആ പിതാവിനുണ്ടത്. ഇതാ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 16 അധ്യായമുണ്ട്. ഈ 16 അധ്യായത്തിൽ പൗലോസ് ഈ ദുർനടപ്പുകാരനെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നത് ആ ഒറ്റ അധ്യായം മാത്രമാണ്. ഒരൊറ്റ അധ്യായത്തിൽ എന്ത് ചെയ്തു? വ്യക്തിയെക്കുറിച്ച് കൈകാര്യം ചെയ്തിട്ട് പിന്നെ പറയുന്നത് മുഴുവൻ വിഷയത്തെക്കുറിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മളെന്താ ഒരു വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അഡൾട്ടറി, അങ്ങനെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ ആ വ്യക്തിയോട് ബന്ധപ്പെട്ടായിരിക്കും. എന്നാലും എൻ്റെ പാസ്റ്ററെ, ഞാനൊരു പാസ്റ്റർ സംസാരിക്കുകയാണെങ്കിൽ, എന്നാലും എൻ്റെ പാസ്റ്ററെ അവൻ ഇത്തരക്കാരനായിരുന്നു, നമ്മൾ അവന് മീറ്റിംഗ് കൊടുത്തല്ലോ, കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവൻ വന്നല്ലോ, എന്തോ പാസ്റ്റർ ഇതെന്തോ ഈ നടക്കുന്നത്, അവൻ അത്ര വൃത്തി, ഞാൻ ഇനി എന്നും കേട്ടത്. അപ്പോൾ ആ സംസാരത്തിനകത്ത് വന്ന മുഴുവൻ എന്താണെന്നറിയാമോ? വ്യക്തി കേന്ദ്രീകൃതമാണ്. നമ്മുടെ ലെങ്ങാണ് കൊരിന്ത്യ ലേഖനം എഴുതാൻ തന്നായിരുന്നെങ്കിൽ നമ്മൾ 16 അധ്യായത്തിൽ 15-മുക്കാൽ അധ്യായം അവൻ്റെ കുറ്റം എഴുതിയിട്ട് 16-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം 2 ഉപദേശം എഴുതിയേനെ. പക്ഷെ പൗലോസ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? വ്യക്തിയെ ഒരു അധ്യായം കൊണ്ട് പറഞ്ഞു നിർത്തിയിട്ട് ആ വിഷയത്തെ ബാക്കി 15 അധ്യായം കൈകാര്യം ചെയ്തു. കാരണം ഇത് ചിലർക്ക് മുന്നറിയിപ്പാണ്. ഇന്ന് അവന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം. ഇത് നിനക്കൊരു മുന്നറിയിപ്പാണ്. അപ്പൊ ആരോഗ്യമുള്ള ചർച്ച എന്താ? ഒരാൾ വീണു എന്ന് കേൾക്കുമ്പോൾ അനിൽ പാഷനോട്, പാഷ ഇത് ഒത്തിരി സംഭവിക്കുന്നുണ്ടല്ലോ, എന്താ പാഷ ഇതിൻ്റെ കാര്യം? ഒത്തിരി ദൈവദാസന്മാരിങ്ങനെ വീഴുന്നുണ്ടല്ലോ, ഇവർ വീണു പോകാൻ എന്താ കാരണം? ഞങ്ങളങ്ങനെ ആരോഗ്യപരമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ചർച്ചയിൽ എനിക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങൾ അനിൽ പാഷയിൽ നിന്ന് കിട്ടും. അനിൽ പാഷക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ എനിക്കും കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളൊരു വ്യക്തിയെ, പലപ്പോഴും നമ്മുടെ ചർച്ച മുഴുവൻ വ്യക്തിയിലാണ്. എടാ ഈ വ്യക്തി അല്ലെങ്കിൽ അടുത്ത വ്യക്തി എഴുന്നേൽക്കും, വ്യക്തിയെ ചർച്ച ചെയ്ത് അവനെ പരമാവധി സമൂഹത്തിന് അപമാനിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. പക്ഷെ പകരം നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാമെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടും. അനിൽ പാഷ പറയും, ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി സൂക്ഷിക്കും. ഞാൻ പറയും, എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി ഞാൻ സൂക്ഷിക്കും. കാരണം ഇത് ഞങ്ങൾ വ്യക്തിയിലല്ല ഇത് ചെന്ന് അവസാനിക്കേണ്ടത്, ഒരു വിഷയത്തിൽ ചെന്ന് അവസാനിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പറഞ്ഞ വ്യക്തി കൊണ്ട് നമ്മുടെ സംസാരം തീർന്നു. പിന്നെ നമ്മുടെ അടുത്ത പാസ്റ്റർ വീഴുക, അടുത്ത വിശ്വാസി വീഴുക. എന്താ വീഴാൻ കാരണം? എന്താ വീഴാൻ കാരണം? അതിൻ്റെ കാരണം എന്താ? സ്തോത്രം. എവിടെയാ അതിന് പ്രശ്നം കിടക്കുന്നത്? എവിടെയാ അതിന്റെ പ്രോബ്ലം കിടക്കുന്നത്? അതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാൻ വല്ലതും ഉണ്ടോ പാസ്റ്ററെ? നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നത് അവനെ എന്ത് ചെയ്യണം? ശിക്ഷിക്കണം. അവനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവനെ സ്തോത്രം ശിക്ഷ എന്താണെന്ന് അവനെ അറിയണം. അവനെ പുറത്താക്കണം. ശിക്ഷണ നടപടി തുടങ്ങുന്നത് പുറത്താക്കലിലൂടെയാണ്. അപ്പോൾ പുറം ലോകം, യഹോവയുടെ ശത്രുക്കൾ പറയും അവനെ ആ സഭയിൽ നിന്ന് പുറത്താക്കിയത്. സ്തോത്രം. ഇവൻ ഗുണപ്പെട്ടപ്പോൾ 2-ാമത്തെ ലേഖനം എഴുതിയിട്ട് പറഞ്ഞു, ബഹുദുഃഖത്താലുണ്ടായ ദുഃഖം മതി, അവനെ നിങ്ങൾ ചേർത്ത് കൊള്ളാൻ പറഞ്ഞു. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് ഇന്ന് രാത്രി? സ്തോത്രം. ദൈവം ചില വിഷയങ്ങൾക്കകത്ത്
കൈകടത്തും കേട്ടോ. ചില വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടും കേട്ടോ. ചില പരീക്ഷയിലൂടെ പോകുമ്പോൾ അത് താങ്ങാവുന്നതിന് മീതെ ദൈവം സമ്മതിക്കുമ്പോൾ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുവാൻ എന്തെല്ലാം ഇടപെടൽ നടത്താമോ അതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തും. അത് ബാലശിക്ഷയാണെങ്കിൽ അങ്ങനെ, അത് രൂപാന്തരമാണെങ്കിൽ അങ്ങനെ, അത് വാണിംഗ് ആണെങ്കിൽ അങ്ങനെ, അത് ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകുവാൻ ഇനിയും ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാവിലെ ദൈവം ഇടപെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിന്ന് ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എവിടെ വിശുദ്ധിയുടെ മാറ്റം സംഭവിക്കുന്നത്? ബന്ധങ്ങളിലാണ്. ബന്ധങ്ങൾ എന്തായിട്ട് മാറും? ബന്ധനങ്ങളായിട്ട് മാറും. സ്തോത്രം. ശിംശോൻ ഒരു ബന്ധത്തിലാണ് തുടങ്ങിയത്, അവസാനിച്ചത് ഒരു ബന്ധനത്തിലാണ്. ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കാം ഹായ് എന്നിടുന്നത്, പക്ഷെ അത് അവസാനിക്കുന്നത് ഒരു ബന്ധനത്തിലായിരിക്കും. തുടങ്ങുന്നത് ഒരു മിസ്ഡ് കോളിലായിരിക്കും, പക്ഷെ അവസാനിക്കുന്ന ഒരു ബന്ധനത്തിലായിരിക്കും. പ്രൈസ് ടു ജീസസ്. ഇന്ന് രാവിലെ ബന്ധങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ബന്ധങ്ങളെ ആത്മാവിൽ വിവേചിച്ചറിഞ്ഞ് സ്തോത്രം ദൈവരങ്ങളിലേക്ക് ഇവിടെ നിന്നാ നമുക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. മുന്നോട്ടുള്ള ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം കൂടെ. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്യട്ടെ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നല്ല അർത്ഥം. ദൈവം ദോഷങ്ങളാൽ ആരെയും എന്ത് ചെയ്യുന്നില്ല? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ ദൈവം ദോഷങ്ങളാൽ എന്നെ എന്ത് ചെയ്യുന്നില്ല? പരീക്ഷിക്കുന്നില്ല. വാക്യം 1-2 വാക്യം എടുത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം സമ്മതിച്ചില്ല. അപ്പൊ ദൈവം നമ്മളെ പരീക്ഷയിലൂടെ കടത്തി വിടുമ്പോൾ ഈ പരീക്ഷയുടെ പഴുതു നോക്കി ഇതിനകത്ത് കയറാൻ ശ്രമിക്കുന്ന, ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട്. പക്ഷെ ദൈവം പരീക്ഷയ്ക്ക് സമ്മതിക്കത്തില്ല. ദോഷം ചെയ്യാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഈ ആരാധനയിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതാണ്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ലാബാൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നോട് ദോഷം ചെയ്യുവാനുള്ള ശക്തി എൻ്റെ പക്കലുണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയിൽ നിന്റെ ദൈവം എൻ്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ ദാസനായ യാക്കോബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്. സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 60-ാമത്തെ ആമേൻ സ്തോത്രം. ഉൽപ്പത്തി 105-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. അതിൽ ഉൽപ്പത്തി 20-ന്റെ 6 കൊണ്ട് എടുത്തു വെച്ചു. 105-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. അവരെ പീഡിപ്പിക്കുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല, അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. ഒരു തെളിവ് മാത്രം ഞാൻ പറയാം, സമയമില്ലാത്തതുകൊണ്ട്. ഉൽപ്പത്തി 20-ന്റെ 6 ഒരു തെളിവ് മാത്രം. അവരെ പീഡിപ്പിക്കുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അതിന് ദൈവ സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു.
അതുകൊണ്ട് അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നു. നമ്മുടെ വാക്യത്തോട് ചേർന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഈ പരീക്ഷയിൽ ദോഷങ്ങളാൽ ദൈവം നിന്നെ പരീക്ഷിക്കത്തില്ല. അഥവാ ദോഷം നിന്റെ ജീവിതത്തിൽ വന്നാലും ദൈവം പാപം ചെയ്യാതെ നിന്നെ തടുക്കും. സ്തോത്രം. ഈ തടുക്കലിനെയും നീ മറികടന്നു പോയാലാ ദൈവത്തിൻ്റെ ശിക്ഷ നിന്നെ നേരിടുന്നത്. സ്തോത്രം. ഞാൻ ആ വാക്യത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തുകയാണ്. നീ എന്നോട്, അബീമേലെക്ക് രാജാവ് കേട്ടോ, അവൾ ആ സങ്കീർത്തനത്തിൽ വായിച്ചത്, നീ നിമിത്തം ആരും നിന്നെ പീഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ രാജാക്കന്മാരെ ശാസിച്ചു. അബീമേലെക്കിനോട് പറഞ്ഞു, സ്തോത്രം, അബ്രഹാമിന്റെ ഭാര്യയെ തൊട്ടുപോകരുത്. അവൻ വിളിച്ചോണ്ട് പോയതാ കൊട്ടാരത്തിൽ, പക്ഷേ ആ രാത്രി ദൈവം പറഞ്ഞു തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. പ്രൈസലോ, എൻ്റെ ദാസി അവളെ മടക്കി കൊടുത്തേക്കാൻ പറഞ്ഞു. തൊട്ടുപോകരുതെന്ന് ദൈവം പറഞ്ഞു. അവരെ പീഡിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. ഇനിയും ഞാൻ ആ വാക്യം ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുക. സങ്കീർത്തനം 50:20. കുറേ വാക്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. സങ്കീർത്തനം 50:20. സോറി, ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 50:20 നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു അല്ലേ? പക്ഷേ ഉൽപ്പത്തി 50 യെസ്. എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ എന്ത് ചെയ്തു? ഗുണമാക്കി തീർത്തു. വല്ലതും ദൂത് മനസ്സിലായോ ദൈവമക്കൾക്ക്? പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ജയമെടുക്കാൻ വേണ്ടി പോവുക. ചിലർ നിനക്ക് നേരെ ദോഷം ചെയ്യാൻ തീരുമാനിച്ചു, ചിലർ നിനക്ക് നേരെ ദോഷം വിചാരിച്ചു. പക്ഷെ ഒരു ദോഷവും പറ്റാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം അതിന് സമ്മതിക്കത്തില്ലെന്നാണ് ദൂത് പറഞ്ഞത്. ദോഷം ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ട്, ഞങ്ങളുടെ വീട്ടിലല്ല ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കിണച്ചിനകത്തൊരു കല്ലുണ്ട്. കറക്റ്റാ, ഒരു കല്ലുണ്ട്. പുള്ളി പറഞ്ഞ ആ കല്ല് എന്ന് വെച്ചാൽ നമ്മുടെ പാറയല്ല, ഈ പുള്ളി പറഞ്ഞ് പീസായിട്ടൊരു കല്ല് കിടക്കുന്നത് ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. ആ കല്ല് തട്ടിയിടുന്ന ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. തട്ടിയിടുന്നത് ആരാണെന്നും വ്യക്തമായൊരു രൂപവും എന്ത് ചെയ്തു? ദൈവദാസൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുടിവെള്ളത്തെ ബന്ധിച്ച ബന്ധനമാണെന്ന് പറഞ്ഞു. സ്തോത്രം. സംഭവം സത്യമാണ്. ഞാൻ പ്രവാചകനെതിരല്ല, അയാൾ കറക്റ്റ് വെളിപ്പാടാണ് പറഞ്ഞു. പക്ഷേ 15-18 വർഷം ആ കിണറ്റിലെ വെള്ളം കുടിച്ചതാണ്. തമ്പുരാൻ അതൊരു ടോണിക്കാക്കി. എനിക്കറിയത്തില്ല, ഞാൻ വണ്ണമുള്ളൊരു കഴിക്കത്തില്ല. സ്തോത്രം. നിങ്ങളുടെ വിചാരം ഞാൻ ഭയങ്കര കഴിപ്പനാണെന്നാ. സ്തോത്രം. ഇപ്പോഴും ഉപവാസത്തിലാണ്. സ്തോത്രം. ഈ വണ്ണമുള്ളവരല്ല, ഞങ്ങൾ കഴിക്കുന്ന ഇരട്ടി വണ്ണം ഇല്ലാത്തവർ കഴിക്കും. ഞങ്ങൾ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ, ആ പച്ചവെള്ളത്തെ ദൈവം അങ്ങ് ടോണിക്കാക്കി. ഏതാ? കുടിവെള്ളത്തെ ബന്ധിച്ച ബന്ധനം. ആ വീട്ടിൽ വളർന്ന ഞാൻ 20 വർഷവും വളർന്നത്. ആ ബന്ധിച്ച കിണറ്റിലെ വെള്ളമാണ് ഞാൻ കുടിച്ചത്. ദോഷം വെച്ചാൽ ദൈവം സമ്മതിച്ചില്ലല്ലോ. ആരാണ്ട് എവിടൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഇളകരുത്. ഇന്ന് പകൽ ചെയ്യുന്നവനൊക്കെ ചെയ്യട്ടെ, പക്ഷെ ഒരു ദോഷം പറ്റാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാചകന്മാർ വരുമ്പോൾ ഇതൊക്കെ പറയും. ആ കുടിവെള്ളത്തെ ബന്ധിച്ച ബന്ധനം, തേങ്ങയെ ബന്ധിച്ച ബന്ധനം, അടുക്കളയുടെ അരകല്ലിൻ്റെ താഴെയോ ചെയ്തോട്ടെ. പക്ഷെ ഒരു ദോഷം സംഭവിച്ചില്ലല്ലോ. ഒരു ദോഷം സംഭവിച്ചില്ലല്ലോ. ആ ദോഷം സംഭവിക്കാതിരുന്നതല്ല, സമ്മതിക്കാതിരുന്നതാ. സ്തോത്രം. സമ്മതിക്കാതിരുന്നതാ. ഒരു വാക്യം കൂടെ വായിക്കാം. 68-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 68-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം. ജ്ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടെ കൂടെ വന്ന് കീഴടക്കും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാവിനെയും ശാസിക്കണമെന്ന്. അല്ല, നമ്മൾ എന്തിനാ നാട്ടുകാരുടെ പശുവിനെ ശാസിക്കുന്നത്? അമ്മണിമാമ അവിടെ കൊണ്ട് കെട്ടിയിട്ട് പൊക്കോട്ടെ. നമ്മൾ എന്തിനാ ശാസിക്കുന്നത്? നമ്മൾ ശാസിക്കുന്ന കാളക്കിടാവിനെയും പശുവിനെയും ഒന്നും അല്ല. സ്തോത്രം. നമ്മളല്ല ശാസിക്കുന്നത്. നീ നിമിത്തം രാജാക്കന്മാരെ ഞാൻ ശാസിക്കും. സ്തോത്രം. ഒരു ജന്തു കയ്യെ തൂങ്ങിയ കാര്യം പാസ്റ്റർ പ്രസംഗിച്ചില്ലായിരുന്നു തുടങ്ങിയപ്പോളെ. സ്തോത്രം. ദോഷം വല്ലതും പറ്റിയോ? സ്തോത്രം. അന്ധകാരത്തിന്റെ ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്ധകാര ശക്തിയുടെ മറവിൽ, ജന്തുവിൻ്റെ മറവിൽ, അണലിയുടെ മറവിൽ,
പശുവിന്റെ മറവിൽ, കാളയുടെ മറവിൽ മറഞ്ഞിരുന്ന് അന്ധകാര ശക്തിയെ, നീതിദേവിയെ കൂട്ടുപിടിച്ച് നിനക്ക് ദോഷം ചെയ്യാമെന്ന ശക്തികളെ, ഇന്ന് രാത്രിയിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തികളെ ദൈവാത്മാവ് ശാസിച്ചത് കൊണ്ട് ഒന്നും നിനക്ക് ഒരു നാളും ദോഷം വരുത്തത്തില്ല. അത് തേളാണെങ്കിലും, പാമ്പാണെങ്കിലും, അണലിയാണെങ്കിലും, പശുവാണെങ്കിലും, കാളയാണെങ്കിലും ദൈവം പറയുന്നു ഇവ ഒരു നാളും നിനക്ക് ദോഷം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ പരീക്ഷകളിൽ കൂട്ടുപിടിച്ച് പൈശാചിക മണ്ഡലങ്ങളെ മറയാക്കി നിന്റെ സഭയ്ക്കും ശുശ്രൂഷയ്ക്കുമെതിരെ എഴുന്നേറ്റ് വരുന്ന ജാതീയ വ്യാപാരങ്ങളെ ആത്മാവിൽ ശാസിക്കുവാൻ സ്വർഗ്ഗം ഈ പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. കഴിവല്ല, മിടുക്കല്ല, ഒന്നും ദോഷം പറ്റാൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ദോഷം പറ്റുന്നെങ്കിൽ ഓർത്തോണം എവിടെയെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടെന്ന്. സ്തോത്രം. കർത്താവ് പറയുന്നു ഇവയൊന്നും ഒരു നാളും നിങ്ങൾക്ക് ദോഷം വരുത്തത്തില്ല എന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കത്തില്ല. ദോഷം ചെയ്യാൻ ഞാൻ സമ്മതിക്കുക. എല്ലാ കണ്ണുകളും ദൈവം അടച്ചേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദോഷം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ചില വ്യക്തികളെ ആത്മാവിൽ എല്ലാവരും നിങ്ങളുള്ള ദൂത് ദൈവാത്മാവിൽ വിവേചിച്ച് ഞാൻ പറയാ, ദോഷം ചെയ്യാനിടുന്ന പദ്ധതികളെ എൻ്റെ ദൈവം പൊളിച്ചു കളയുകയാണ്. നാം ഈ യോസേപ്പ് പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ ദോഷം വിചാരിച്ചു, പക്ഷെ ഒന്നും ഫലിക്കത്തില്ല. നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയിൽ. ആയുധമില്ലെന്നല്ല, തുടരെ തുടരെ വന്ന ആയുധങ്ങളെ ദൈവാത്മാവ് ദിശ മാറ്റിവിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഈ പ്രാർത്ഥന ദോഷം ചെയ്യാൻ നിൽക്കുന്ന ശക്തികളെ ആത്മാവിൽ ശാസിക്കുന്ന എന്റെ ദാസന് ദോഷം ചെയ്യല്ലെന്ന് നിന്റെ ഓഫീസിൽ ചിലതിനോട് ദൈവാത്മാവ് കൽപ്പിക്കുന്ന നിന്റെ സ്ഥാപനത്തിലെ ചില അധികാരികളോട് അന്ധകാര ശക്തികളെ കൂട്ടുപിടിച്ച്, പൈശാചിക ശക്തികളെ കൂട്ടുപിടിച്ച്, ദേശത്തിന്റെ ശക്തികളെ കൂട്ടുപിടിച്ച് നിനക്കെതിരെ കടന്നാക്രമണം പറ്റുവാൻ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പൈശാചിക വ്യാപാരത്തെ ദോഷം വരുത്താൻ നിന്ന ശക്തിയെ നീ അറിയാതെ ദൈവാത്മാവ് ഇന്നു രാത്രി നിനക്ക് വേണ്ടി ശാസിക്കുക. ആത്മാവിൽ ആരാധിച്ച നീ അറിയാതെ നിൽക്കുന്ന ചിലതിനെ രൂപം മാറി, ഭാവം മാറി, മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്നതിനെ